പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ വൈദ്യുത പ്രവാഹങ്ങളിലൊന്നാണ് ഇടിമിന്നൽ. ഇന്ന് ആശങ്കയായി കേരളത്തിൽ മിന്നൽ ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു. വേനൽമഴ, കാലവർഷം, തുലാവർഷം എന്നിവ സജീവമാകുന്ന സമയങ്ങളിൽ ശക്തമായ ഇടിമിന്നൽ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാലവർഷം കനക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനു മുന്നേ വേനൽമഴ ശക്തിയാകുന്നതും വേനൽ ചൂടിൽ നിന്നുള്ള വലിയ ആശ്വാസം തന്നെയാണ് കേരളീയർക്ക്. പക്ഷേ കേരളത്തിൽ മിന്നൽ ദുരന്തങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മിന്നൽ അപകടങ്ങൾ പെരുകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സമീപകാലത്തായി ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളും മരണങ്ങളും വർദ്ധിച്ചു വരുന്നത് ചർച്ചയായി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ, വേനൽമഴ, കാലവർഷം, തുലാവർഷം എന്നിവ സജീവമാകുന്ന സമയമാണ് ഇപ്പോൾ. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ ഇടിമിന്നൽ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജീവനെടുക്കുന്ന ഈ പ്രകൃതി പ്രതിഭാസം കൂടിയാണിത്. അന്തരീക്ഷത്തിലെ വലിയ മഴമേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവയ്ക്കുള്ളിൽ ശക്തമായ വായുചലനങ്ങൾ ഉണ്ടാകുന്നു. മേഘങ്ങൾക്കുള്ളിൽ ജലത്തുള്ളികൾ, ഐസ് കണങ്ങൾ, തണുത്ത വായു പ്രവാഹങ്ങൾ എന്നിവ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഘർഷണം മൂലം സ്റ്റാറ്റിക് വൈദ്യുതി രൂപപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് മേഘത്തിന്റെ മുകൾ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് വരുന്നത്. താഴെ ഭാഗത്തേക്കാണെങ്കിൽ നെഗറ്റീവ് ചാർജും അനുഭവപ്പെടും. അങ്ങനെ വൈദ്യുത വേർതിരിവ് സംഭവിക്കും. ഈ ചാർജ് ഭൂമിയിലേക്കോ മറ്റു മേഘത്തിലേക്കോ അതിവേഗത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ കാണുന്ന മിന്നൽ പിണർപ്പുണ്ടാകുന്നത്. അങ്ങനെ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ വൈദ്യുതി പ്രവാഹങ്ങളിലൊന്നായി ഇടിമിന്നൽ മാറും. ഒരു മിന്നൽ പിണറിൽ ഏകദേശം 300 ദശലക്ഷം വോൾട്ട് വരെ വൈദ്യുതി ഉണ്ടായേക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മിന്നൽ മനുഷ്യ ശരീരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഹൃദയസ്തംഭനം, നാഡീവ്യൂഹ തകരാർ, തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ക്ഷതം, ഗുരുതര പൊള്ളലുകൾ എന്നിവ സംഭവിക്കാം. മാത്രമല്ല, ഇടിമിന്നൽ നേരിട്ട് ശരീരത്തിൽ പതിക്കേണ്ടതില്ല അപകടങ്ങൾ സംഭവിക്കാൻ. മിന്നൽ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്ന സാഹചര്യം ഏറ്റവും മാരകമായ ആഘാതം കൂടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ സാധ്യതയുള്ളത് കേരളത്തിലാണ്. ഇതിന് പ്രധാന കാരണം സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ്. നിലവിൽ സംസ്ഥാനത്ത് വേനൽമഴയും കാലവർഷ മുന്നേറ്റവും ശക്തമാകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഇടിമിന്നൽ സാധ്യത ഉയർന്നേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് മലയോര മേഖലകൾ, തുറസായ വയൽ പ്രദേശങ്ങൾ, ഉയരം കൂടിയ പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട മരങ്ങൾക്ക് സമീപമുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.